കാൽപന്തിന്റെ വിശ്വമേള അഥവാ 2026 ഫിഫ ലോകകപ്പ് ഉണരാൻ ഇനി മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. ഖത്തറിലെ സ്വപ്നരാവുകൾക്ക് ശേഷം ലോകം വീണ്ടും ഫുട്ബോളിന്റെ ആരവങ്ങളിലേക്ക് തിരയുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പ് പല കാരണങ്ങൾ കൊണ്ടും ചരിത്രത്തിൽ ഇടം നേടുന്ന ഒന്നായിരിക്കും. ഏറ്റവും പ്രധാനമായി ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ മാറ്റുരക്കുന്ന ഒരു ലോകകപ്പാണിത്. കേവലം 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവയടക്കം ചെറിയ രാജ്യങ്ങൾ മഹാമേരുക്കളായ വമ്പൻ ശക്തികൾക്കൊപ്പം മത്സരിക്കാൻ എത്തുന്നു എന്നത് തന്നെ ഈ ടൂർണമെന്റിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 12 ഗ്രൂപ്പുകളും തുടർന്ന് 32 ടീമുകൾ മാറ്റുരക്കുന്ന നൗക്കൌട്ട് സ്റ്റേജും അരങ്ങേറുമ്പോൾ ഫുട്ബോൾ ലോകം ഒരു പുതിയ അധ്യായത്തിന് സാക്ഷ്യം വഹിക്കും. കഴിഞ്ഞ ആഴ്ചകളിലാണ് ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിന്റെ ചിത്രം തെളിഞ്ഞത്. നിലവിലെ ചാമ്പ്യന്മാരായ ലയണൽ സ്കലോണിയുടെ അർജന്റീന ഗ്രൂപ്പ് ജെയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. 2019 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ചാമ്പ്യന്മാരായ അൾജീരിയ, 1998 ശേഷം ലോകകപ്പിനെത്തുന്ന ഓസ്ട്രിയ, കഴിഞ്ഞ ഏഷ്യൻ കപ്പ് ഫൈനലിസ്റ്റുകളായ ജോർദാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. കടുപ്പമേറിയ എതിരാളികളില്ലെങ്കിൽ പോലും ഓരോ ടീമിന്റെയും സമീപകാല ഫോം കണക്കിലെടുക്കുമ്പോൾ അർജന്റീനക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ ഈ ടീമുകൾക്ക് സാധിച്ചേക്കും. എങ്കിലും നിലവിലെ ഫോമിൽ മെസ്സിക്കും സംഘത്തിനും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ.